വിഷുദിനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പടക്ക വിപണിയും സജീവം. സാധാരണ പടക്കങ്ങൾക്കൊപ്പം ഇത്തവണ പുതിയ ഇനം പടക്കങ്ങളും എത്തിയിട്ടുണ്ട്. എന്നാൽ നേരിട്ടുള്ള വിൽപ്പനയ്ക്ക് പുറമെ ഓൺലൈൻ വഴിയുള്ള വിൽപ്പന കച്ചവടക്കാരെ പ്രതിസന്ധിയിലാക്കുന്നു. പതിവ് പോലെ ചൈനീസ് പടക്കങ്ങൾക്കാണ് ഇക്കുറിയും ആവശ്യക്കാർ ഏറെയും. ഇതിനൊപ്പം കുട്ടികൾക്കായുള്ള പ്രത്യേക പടക്കങ്ങളും വിപണി കൈയടക്കുകയാണ്. വിലയിൽ മുൻ വർഷത്തേക്കാൾ വലിയ വർധനയില്ലെന്നതും വൈവിധ്യമാർന്ന പുതിയ തരം പടക്കങ്ങൾ ഉണ്ടെന്നതും പ്രത്യേകതയാണ്. വെറൈറ്റി എന്ന് പറയുന്നത് കുട്ടിക്ക് തന്നെ, കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ കുട്ടികളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കുട്ടിക്കുള്ള വെറൈറ്റിയാണ് കൂടുതൽ വിപണിയിൽ ഇറങ്ങിയിട്ടുള്ളത്. അവർക്ക് പറ്റുന്ന പലതരത്തിലുള്ള പോക്കറ്റുകൾ, പിന്നെ ചക്രങ്ങൾ, പിന്നെ ചറവറ ഐറ്റംസുള്ള കുറച്ച് ചൈനീസ് ഐറ്റംസുകൾ, അങ്ങനെ കുറച്ച് പിന്നെ വിസിൽ വാണങ്ങൾ, പിന്നെ അവർക്ക് തന്നെ പറ്റുന്ന കുറേ വെറൈറ്റി ഉണ്ട്. ഒരു 5 തരം കത്തുന്ന പിന്നെ പോക്കറ്റുകളുണ്ട്, പിന്നെ വലിയ വലിയ കമ്പിത്തിരികൾ, അങ്ങനെയാണ് കുറച്ച് കാര്യങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ചൈനീസ് ഐറ്റംസാണ് കൂടുതൽ വിപണിയിൽ ഇറങ്ങിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവങ്ങൾ. വിപണി സാധാരണ രീതിയിൽ കുറവാണ്. കാരണം വെച്ചാൽ എന്താണെന്ന് ഇപ്പോൾ ഒന്നാമത് നല്ല ചൂട് കാരണം ആൾക്കാർ കൂടുതൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിലുള്ള തിരക്ക് കാര്യങ്ങളിൽ കുറവാണ് പൊതുവേ. ഇനിയിപ്പോൾ ഇന്നും നാളെയോ 2 ദിവസം ഉള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നു വിചാരിച്ചു. ഇലക്ഷൻ അങ്ങനെ പ്രത്യേകം ബാധിച്ചിട്ടൊന്നുമില്ല. ഇലക്ഷൻ പിന്നെ ഇതിന് ദിവസങ്ങളുണ്ടല്ലോ, 26-ാം തീയതി ആയതുകൊണ്ട് പിന്നെ അടുത്തില്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ അങ്ങനെ ഇലക്ഷൻ്റെ ഒരു ബാധിച്ചിട്ടൊന്നുമില്ല. പിന്നെ സാധാരണ കഴിഞ്ഞ വർഷത്തെ ആ ലെവലിൽ തന്നെയാണ് ഇപ്രാവശ്യം നമ്മൾ പിന്നെ സാധനങ്ങൾ കൊടുക്കുന്നത്. പിന്നെ ചില കമ്പനികളിൽ വിലക്കയറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്, പക്ഷേ എന്നാലും നമ്മൾ മാക്സിമം കഴിഞ്ഞ വർഷത്തെ റേറ്റിൽ തന്നെ സാധനങ്ങൾ കൊടുക്കുന്നത്. ഓൺലൈൻ വിപണി ഇപ്രാവശ്യം നടക്കുന്നുണ്ടെന്നാണ് പൊതുവേ അറിയുന്നത്. ഇപ്പോൾ അടുത്ത് തന്നെ കുറേ ആയിട്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം കുറച്ച് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും ആൾക്കാർ കാരണം ബുക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല, കൂടുതൽ അറിയില്ല. ഫ്ലവർ പോട്ട്, ടിപ്പി ടിപ്പി, കിറ്റ് എന്നിവയാണ് ഇത്തവണത്തെ പുതുമയാർന്ന പടക്കങ്ങൾ. അതേസമയം ഓൺലൈൻ വഴിയുള്ള പടക്ക വിൽപ്പന വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്നെന്ന് കച്ചവടക്കാരും പറയുന്നു. പതിവ് പോലെ കുട്ടികളുടെ പ്രിയപ്പെട്ട പൂത്തിരിയും കമ്പിത്തിരിയും വിവിധ ഇനങ്ങളിൽ വിപണിയിലുണ്ട്. മാലപ്പടക്കം, ചക്രം, കയർ തുടങ്ങിയ പതിവ് താരങ്ങളും ഒപ്പമുണ്ട്. കൂടാതെ 33 ഐറ്റങ്ങളുള്ള ഗിഫ്റ്റ് പാക്കറ്റും. എന്നാൽ വിഷു അടുക്കുന്നതോടെ പടക്ക കച്ചവടം പൊടിപൊടിക്കുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ.